These are the 5 reasons why people fail in their IELTS exam. Let's take a look at it. Number 1, lack of exposure. 7.5 or above സ്കോർ കിട്ടിയ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ചെറുപ്പം മുതലേ മൂവീസ്, TV ഷോസ്, ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടും ഫാമിലിയോടൊക്കെ സംസാരിച്ച് അവിടെ നിന്ന് കിട്ടിയ ഇൻട്രാക്ഷൻസിൽ നിന്നൊക്കെ ഒരു എക്സ്പോഷർ അവർ നാച്ചുറലി ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ IELTS ജേർണിയിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നല്ലൊരു സ്കോർ വാങ്ങുന്നത് സഹായകമാകും. ബട്ട് ഇതില്ലാത്തവർക്ക് നാച്ചുറലി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. ആൻഡ് അതൊരു കാരണമാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ IELTS കിട്ടുന്നില്ലെങ്കിൽ. സെക്കൻഡ്ലി, മോക്ക് ടെസ്റ്റുകൾ. അതായത് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നമുക്ക് എല്ലാവർക്കും പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് ഓണപരീക്ഷയ്ക്കാണെങ്കിലും ക്രിസ്മസ് പരീക്ഷയ്ക്കാണെങ്കിലും മിഡ് ടേമിനാണെങ്കിലും. അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? നമ്മുടെ പ്രോഗ്രസ്, നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് തന്നെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനെ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ IELTS പഠിക്കുന്ന 1 or 2 months നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രസ് കാണാൻ പറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ടും എക്സാമിന് നിങ്ങൾ റെഡിയാണോ അല്ലയോ എന്ന് ആർക്കും നിർണ്ണയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് അവിടെ നിന്ന് വേണ്ട ഫീഡ്ബാക്ക് കിട്ടാത്തത് കൊണ്ടുകൂടിയാണ് പലരും IELTSന് തോറ്റു പോകുന്നത്. ദ തേർഡ് വൺ ഈസ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ. ഈ വാക്ക് നമ്മൾ പല സ്ഥലത്തും കേൾക്കുന്നുണ്ടാവും, പക്ഷേ കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് പറയാം. ഇമാജിൻ നിങ്ങൾ 30 പേരുള്ള ക്ലാസ്സിലിരിക്കുവാണ്. 1 മാസത്തെയാണ് കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. 30 പേരുള്ള ക്ലാസ്സിൽ നിങ്ങൾ ഓൺലൈനായിട്ടിരുന്നാലും ഓഫ്ലൈൻ ആയിട്ടിരുന്നാലും ഒരു ദിവസം നിങ്ങളുടെ ട്യൂട്ടറിനോട് 5 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. 5 മിനിറ്റ് ഇൻട്രാക്ഷനിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് 4 മൊഡ്യൂൾസിനെ പറ്റിയും എക്സാം ടിപ്സിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യാൻ പറ്റുന്നത്? ഇറ്റ്സ് നിയർലി ഇമ്പോസിബിൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കി അവിടേക്ക് ഇറങ്ങി വന്ന് അതനുസരിച്ചൊരു കരിക്കുലം ഡിസൈൻ ചെയ്ത് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ട്യൂട്ടർ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളുടെ കോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടില്ല. ഇതുകൊണ്ടാണ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഫസ്റ്റ് ടൈം തന്നെ പാസ്സാവാന്നുള്ളത് അത്ര എളുപ്പമായിരിക്കില്ല. നമ്പർ 4, ഓവർ റിലയൻസ് ഓൺ ടിപ്സ് ആൻഡ് ട്രിക്സ്. അതായത് ഇൻ സിമ്പിൾ വേർഡ്സ്, എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം ബെറ്റർ ആവുന്ന ഒരു എക്സാമാണ് IELTS എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം ഷോർട്ട് കട്ടുകൾ നോക്കി, ഓഫ് കോഴ്സ് ടിപ്സുകളുണ്ട്, നല്ല രീതിയിൽ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റൈലും അല്ലെങ്കിൽ ടൈമും ഒക്കെ കുറയ്ക്കാൻ പറ്റുന്ന ടിപ്സുകൾ ഉള്ളപ്പോൾ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ ജയിക്കും എന്നുള്ളതാണ് IELTSൻ്റെ ഫിലോസഫി. സോ വേണ്ട രീതിയിൽ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ പ്രാക്ടീസും അല്ലെങ്കിൽ ഹാർഡ് വർക്കും ചെയ്യാതെ ഓരോരോ ഷോർട്ട് കട്ടുകൾ മാത്രം നോക്കി യൂട്യൂബ് സെർച്ച് ചെയ്തിരുന്ന് വേണ്ട സമയം യൂട്ടിലൈസ് ചെയ്യാത്തവർക്ക് വലിയ രീതിയിൽ മാർക്കിൽ ഇടിവ് സംഭവിക്കാറുണ്ട് ഫൈനൽ എക്സാം ആകുമ്പോഴേക്കും. സോ പ്രാക്ടീസ് മോർ, ഡോണ്ട് റിലൈ ടു മച്ച് ഓൺ ടിപ്സ്. നമ്പർ 5, ബീയിങ് ഹെസിറ്റന്റ് അബൌട്ട് കറക്റ്റിംഗ് യുവർ സെൽസ്. IELTS എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇമ്പ്രൂവ്മെൻറ്റും പെർസവറൻസും വേണ്ടൊരു സംഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തര പരിശ്രമത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മിസ്റ്റേക്സും അഡ്മിറ്റ് ചെയ്ത് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റണം. ഇമാജിൻ ഒരു സ്റ്റുഡൻറ്റ് ഫസ്റ്റ് വീക്കിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കി, അത് ഏത് മൊഡ്യൂളും ആവട്ടെ, ഏത് രീതിയിലുള്ള മിസ്റ്റേക്കും ആവട്ടെ, നമ്മളത് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. നമ്മൾ സെക്കൻഡ് വീക്കിൽ ശ്രമിച്ചു, തേർഡ് വീക്കിൽ ശ്രമിച്ചു, ഫൈനൽ വീക്കിലും ഇതേ മിസ്റ്റേക്ക് അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ വെരി ബിഗ് പ്രോബ്ലം. ബിക്കോസ് ഫീഡ്ബാക്കിന് വേണ്ട രീതിയിൽ റെസ്പെക്റ്റ് കൊടുക്കാതിരിക്കുമ്പോഴാണ് ഇതുപോലൊരു ആറ്റിറ്റ്യൂഡ് വരുന്നത്. അത് അൾട്ടിമേറ്റ്ലി നമുക്ക് ദോഷമേ ചെയ്യും. സോ മേക്ക് ഷുവർ ടു കോൺസ്റ്റൻ്റ് ഇംപ്രൂവ് ഡ്യൂറിങ് യുവർ IELTS ജേർണി. സോ നിങ്ങളും ഇതുപോലുള്ള പ്രശ്നങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തതിന് ശേഷം എക്സാമിന് പോവുക. So good luck, and for more videos like this for Angloverse, I'll see you next week.